ദേശീയ പണിമുടക്ക് ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ SBI ട്രഷറി ശാഖ ആക്രമിച്ച കേസിൽ 6 NGO യൂണിയൻ നേതാക്കൾ കീഴടങ്ങിയിരിക്കുകയാണ്. NGO യൂണിയൻ നേതാവ് സുരേഷ് ബാബു, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ, നികുതി വകുപ്പ് ഉദ്യോഗസ്ഥനായ അജയ് കുമാർ, ട്രഷറി ഡയറക്ടറേറ്റിലെ ശ്രീവത്സൻ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥനായ ബിജുരാജ്, വിനുകുമാർ, സുരേഷ് എന്നിവരാണ് ഇപ്പോൾ പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നത്. കീഴടങ്ങിയവരെല്ലാം NGO യൂണിയൻ നേതാക്കളാണ്. പൊതുമുതൽ നശീകരണ തടയൽ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസാണ് ഇവർക്കുമേൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഇവരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടേണ്ടി വരും. സെക്രട്ടേറിയറ്റിന് സമീപത്തെ SBI ട്രഷറി ബാങ്കിന് നേരെയാണ് ഇവർ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയ എല്ലാവരെയും തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു കീഴടങ്ങൽ. CPM സർവീസ് സംഘടനയായ NGO യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടിരുന്നത്. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബുവും ജില്ലാ കമ്മിറ്റി അംഗം S സുരേഷ് കുമാറും സംഘത്തിലുണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇവരും ചരക്ക് സേവന നികുതി വകുപ്പിലെ ഇൻസ്പെക്ടർമാരാണ്. പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ചുമത്തിയാണ് അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. രാവിലെ 10:30 മണിയോടെ ബാങ്കിലെ 15 അംഗ സമരക്കാരുടെ സംഘം മാനേജറുടെ ക്യാബിനിൽ അതിക്രമിച്ച് കയറി ഉപകരണങ്ങൾ തല്ലി തകർക്കുകയായിരുന്നു. മാനേജർ സന്തോഷ് ഉപയോഗിച്ചിരുന്ന മേശ, കമ്പ്യൂട്ടർ, ടെലിഫോൺ എന്നിവയാണ് സമരക്കാർ അടിച്ചു തകർത്തത്. സംഭവത്തിൽ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ബാങ്ക് മാനേജർ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസിന്റെ പ്രത്യേക സംഘം സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു. ബാങ്കിലെ ഭൂരിപക്ഷം ജീവനക്കാരും ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കാത്തതിനാൽ ചൊവ്വാഴ്ച ട്രഷറി ബ്രാഞ്ച് പ്രവർത്തിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഇവർ അക്രമം അഴിച്ചുവിട്ടത്. അതേസമയം ബാങ്കിൽ കയറി അക്രമം നടത്തിയ NGO യൂണിയൻ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത് ഓർഡർ ഇറക്കിയിരുന്നു. ബാങ്ക് ആക്രമണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന 2 പേർക്കെതിരെയായിരുന്നു ആദ്യം നടപടി ഉണ്ടായിരുന്നത്. ട്രഷറി ഡയറക്ടറേറ്റിലെ സീനിയർ അക്കൗണ്ടന്റ് അശോകൻ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ അറ്റൻഡർ ഹരിലാൽ എന്നിവരെയായിരുന്നു ആദ്യം സസ്പെൻഡ് ചെയ്തത്. കേസിലെ 9 പ്രതികളെയും പോലീസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അതേസമയം അക്രമം നടന്ന 6 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. യൂണിയന്റെ പ്രധാന നേതാക്കളായ ഈ 7 പ്രതികളും ഇത്രയും നാൾ ഒളിവിലായിരുന്നു. പ്രതികളായവരെ ഓഫീസിൽ ജോലി ചെയ്യാൻ അനുവദിക്കരുതെന്ന് പോലീസ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത്.